Good morning, children. Welcome back to our English class. Today we are doing the continuation of Unit 3, Oliver Twist. All of you take page number 21. Did you read the lesson? എല്ലാവരും ടെസ്റ്റ് വായിച്ചോ? ഒളിവർ ട്വിസ്റ്റ്, ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. ഒളിവർ ട്വിസ്റ്റ് ജനിച്ചപ്പോഴേ അവൻ്റെ അമ്മ മരിച്ചു ഇല്ലേ, പിന്നീട് ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നീട് അവൻ ലണ്ടനിലേക്ക് പോവുകയാണ്. അപ്പോൾ ലണ്ടനിലേക്ക് പോയ വഴിക്ക് അവൻ്റെ ഫുഡൊന്നും കഴിക്കാനില്ല, പൈസയൊന്നുമില്ല അല്ലേ. ഒരിടത്ത് തളർന്ന് വീണപ്പോൾ ഒരാൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അവൻ്റെ അതേ വയസ്സുള്ള ഒരാൾ ജാക്ക് ഡാക്കിൻസ് അല്ലേ, ജാക്ക് ഡാക്കിൻസ് ഹെൽപ്പ് ചെയ്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ട് അടുത്ത ദിവസം അവരൊരു ഗെയിം കളിക്കുന്നു. ഒരു ഓൾഡ് ജെന്റിൽമാനായിട്ട് ഒരാൾ അഭിനയിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ബാക്കി അവൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ എടുത്തു മാറ്റുന്നു. അപ്പോൾ പിന്നീട് നെക്സ്റ്റ് ഡേയിൽ ഒളിവർ ട്വിസ്റ്റിനെയും കൊണ്ടവർ സ്ട്രീറ്റിൽ നടക്കാനായിട്ട് ഇറങ്ങുന്നു. ഓക്കെ, all of you take page number 21. The Dodger and Charlie Bates had taken Oliver out for a walk along the street, and after wandering along, they suddenly pulled up at the sight of an old gentleman reading a bookstall. അപ്പോൾ ഡോഡ്ജർ ആൻഡ് ചാർലി ബേറ്റ്സ് had taken Oliver out for a walk along the street അല്ലേ. ഡോഡ്ജറും ചാർലി ബേറ്റ്സും കൂടെ ഒളിവറിനെ ആ സ്ട്രീറ്റിൽ കൂടെ ഒരു വാക്കിനായിട്ട് ഒരു നടത്തയ്ക്കായിട്ട് കൊണ്ടുപോയി. ആൻഡ് ആഫ്റ്റർ വാണ്ടറിങ് അലോങ് ദേ സഡൻലി പുൾഡ് അപ്പ് അറ്റ് ദ സൈറ്റ് ഓഫ് ആൻ ഓൾഡ് ജെന്റിൽമാൻ റീഡിങ് അറ്റ് എ ബുക്ക് സ്റ്റാൾ. അപ്പോൾ അവരിങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടു അല്ലേ. ദേ സഡൻലി പുൾഡ് അപ്പ് അറ്റ് ദ സൈറ്റ് ഓഫ് ആൻ ഓൾഡ് ജെന്റിൽമാൻ റീഡിങ് എ ബുക്ക് സ്റ്റാൾ. പെട്ടെന്ന് അവരെന്ത് കണ്ടു? ഒരു ഓൾഡ് ജെന്റിൽമാൻ ആണെങ്കിൽ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നൊരു പുസ്തകം വായിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെടുത്ത് ഒരു ഓൾഡ് ജെന്റിൽമാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്ത് മാറ്റുന്ന ഒരു ഗെയിം കളിച്ചു ഇവർ അല്ലേ. അപ്പോൾ ഒളിവർ ട്വിസ്റ്റ് അത് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അവർ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ഓൾഡ് ജെന്റിൽമാൻ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം റീഡ് ചെയ്യുന്നു. To Oliver's horror, the Dodger plunged his hand into the gentleman's pocket, drew out a handkerchief and handed it to the Bates. Then both the boys ran away round the corner at full speed. Oliver, frightened at what he had seen, ran off too, the old gentleman at the same moment missing his handkerchief, and seeing Oliver running off, concluded he was the thief and gave chase, still holding his book in his hand. Okay. To Oliver's horror, the Dodger plunged his hand into the gentleman's pocket, drew out a handkerchief and handed it to Bates. അപ്പോൾ ഒളിവർ പേടിച്ചു ഇല്ലേ. ഒളിവർ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് ഈ ഡോഡ്ജർ ആണെങ്കിൽ ആ ജെന്റിൽമാൻ്റെ പോക്കറ്റ് കൈയിട്ടു അല്ലേ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് കർച്ചീഫ് ഇങ്ങനെ എടുത്തു ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ബേറ്റ്സ്. എന്നിട്ടത് ബേറ്റ്സിന് കൊടുത്തു ആ ഹാൻഡ് കർച്ചീഫ്. ദെൻ ബോത്ത് ദ ബോയ്സ് റാൻ അവേ റൗണ്ട് ദ കോർണർ അറ്റ് ഫുൾ സ്പീഡ്. ഈ രണ്ട് കുട്ടികളും ഭയങ്കര സ്പീഡിൽ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ ജെന്റിൽമാൻ്റെ പോക്കറ്റിൽ നിന്ന് ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് ഒരു ഫുൾ സ്പീഡിൽ ഓടുകയാണ്. ഒളിവർ ഫ്രൈറ്റൻഡ് അറ്റ് വാട്ട് ഹി ഹാഡ് സീൻ. ഇത് കണ്ട് ഒളിവർ അങ്ങ് പേടിച്ചു അല്ലേ. റാൺ ഓഫ് ടു, അവനും ഓടി അല്ലേ. ഇപ്പോൾ ആദ്യം ഇവൻ പേടിച്ചു പോയി. മറ്റ് രണ്ട് ഫ്രണ്ട്സും കൂടെ വന്നിട്ട് ഓൾഡ് ജെന്റിൽമാൻ്റെ പോക്കറ്റിൽ നിന്ന് ഹാൻഡ് കർച്ചീഫ് എടുത്തുകൊണ്ട് ഓടിയ. ഒളിവർ ഫ്രൈറ്റൻഡ് അറ്റ് വാട്ട് ഹി ഹാഡ് സീൻ, റാൺ ഓഫ്, അവനും ഓടി. The old gentleman at the same moment missing his handkerchief and seeing Oliver running off, concluded he was the thief and gave chase, still holding his book in his hand. അപ്പോൾ അവൻ്റെ കൂടുന്ന ഫ്രണ്ട്സ് രണ്ടുപേരും ഭയങ്കര സ്പീഡിലങ്ങ് ഓടി. ഒളിവർ ഇത് കണ്ട് ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ അവന് ഓടാൻ തുടങ്ങി. The old gentleman at the same moment missing his handkerchief, ആ സെയിം മൊമെൻറ്റിൽ തന്നെ അവൻ്റെ ഹാൻഡ് കർച്ചീഫ് അപ്പോഴാണ് എടുത്തോണ്ട് പോയി അല്ലേ. ആൻഡ് സീയിങ് ഒളിവർ റണ്ണിങ് ഓഫ്, ഒളിവർ നോക്കിയപ്പോൾ ഒളിവർ ഓടാൻ തുടങ്ങുന്നു. കൺക്ലൂഡ് ഹി വാസ് ദ തീഫ്. അയാൾ പെട്ടെന്ന് വിചാരിച്ച എന്താണ്, ഒളിവറാണ് കള്ളനെന്ന് അല്ലേ. മറ്റു രണ്ടുപേരും പെട്ടെന്ന് എവിടേക്കും അങ്ങ് പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നീട് നോക്കിയപ്പോൾ ഒളിവർ ട്വിസ്റ്റ് ഓടാൻ തുടങ്ങുന്നു. ഹി കൺക്ലൂഡ് ഹി വാസ് ദ തീഫ് ആൻഡ് ഗേവ് ചേസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഓടി അല്ലേ. സ്റ്റിൽ ഹോൾഡ് ഹിസ് ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. അയാളുടെ കയ്യിൽ ആ ബുക്ക് പിടിച്ചും കൊണ്ട് ഈ ഒളിവർ ട്വിസ്റ്റിന് പുറകെ ഓടി അല്ലേ. മറ്റു രണ്ട് കുട്ടികളും പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയി. ദ ക്രൈ ഓഫ് സ്റ്റോപ്പ് തീഫ് വാസ് റേസ്ഡ്. ഒളിവർ വാസ് നോക്ക്ഡ് ഡൗൺ, captured and taken to the police station by a constable.
Mr. Brownlow, the gentleman who was robbed, asked the police officer not to hurt Oliver and followed them to the police station. Okay. Then the cry of stop thief was raised. അപ്പോൾ ഒരു കരച്ചിൽ എന്താണ്, കള്ളൻ പിടിക്കുന്ന, നമ്മൾ പറയത്തില്ലേ കള്ളനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു സ്റ്റോപ്പ് തീഫ്, ആ കള്ളനെ പിടിക്കുക അല്ലേ, വാസ് റേസ്ഡ്, ഇങ്ങനെ ഉച്ചത്തിൽ ഉയർന്നു. ഒളിവർ വാസ് നോക്ക്ഡ് ഓൺ, പക്ഷെ ഒളിവറിനാണെങ്കിൽ തട്ടി വീണു. ഒളിവറിന് അങ്ങനെ ശീലമില്ല അല്ലേ, കള്ളത്തരമൊന്നും അറിയാത്തതുകൊണ്ട് ഒളിവർ നോക്ക് ഡൗൺ, ഒളിവർ അവിടെ തട്ടി വീണു. ക്യാപ്ചേർഡ്, ഒളിവറിനെ പിടിച്ചു. ആൻഡ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ ബൈ എ കോൺസ്റ്റബിൾ, എന്നിട്ടൊരു കോൺസ്റ്റബിൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മിസ്റ്റർ ബ്രൗൺലോ, ദ ജെന്റിൽമാൻ ഹു വാസ് റോബ്ഡ്, ആസ്ക്ഡ് ദ പോലീസ് ഓഫീസർ നോട്ട് ടു ഹേർട്ട് ഒളിവർ ആൻഡ് ഫോളോവേഡ് ദം ടു ദ പോലീസ് സ്റ്റേഷൻ. ഇപ്പം മിസ്റ്റർ ബ്രൗൺലോ ആണെങ്കിൽ ആ ജെന്റിൽമാൻ്റെ പേരാണ്, മിസ്റ്റർ ബ്രൗൺലോ എന്നായിരുന്നു ആ ഓൾഡ് ജെന്റിൽമാൻ്റെ പേര്. വാസ് റോബ്ഡ്, അദ്ദേഹമാണ് ഇവരെ മോഷ്ടിക്കപ്പെട്ടത് അല്ലേ. ആസ്ക് ദ പോലീസ് ഓഫീസർ നോട്ട് ടു ഹേർട്ട് ഒളിവർ ആൻഡ് ഫോളോവേഡ് ദം ടു ദ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ അടിക്കുകയൊന്നും വേണ്ട അല്ലേ, ഹേർട്ട് ചെയ്യേണ്ട, വേദനിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷേ അദ്ദേഹവും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആൻഡ് ഒളിവർ ആൻഡ് ഫോളോവേഡ് ദം ടു ദ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആ ജെന്റിൽമാനും ഒളിവറും ആ കോൺസ്റ്റബിളിൻ്റെ കൂടെ പോയി. കോൺസ്റ്റബിൾ ഒളിവറിനെ പിടിച്ചുകൊണ്ട് പോവുകയും അപ്പോൾ ഓൾഡ് ജെന്റിൽമാനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ദ മജിസ്ട്രേറ്റ് വാസ് still sitting and Oliver would have been convicted there and then but for the arrival of the bookseller. അപ്പം മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുകയാണ് അല്ലേ, ഇനി ഒളിവർ ടെസ്റ്റിനെ ജയിലിൽ കൊണ്ടുപോകും അല്ലേ. ദ മജിസ്ട്രേറ്റ് വാസ് സ്റ്റിൽ സിറ്റിംഗ്, അവിടെ ഇരിക്കുക. ആൻഡ് ഒളിവർ വുഡ് ഹാവ് ബീൻ കൺവിക്റ്റഡ് ദെയർ, ഇപ്പോൾ ഒളിവറിനെ ശിക്ഷിക്കും, കൺവിക്റ്റ് ചെയ്യുക, ശിക്ഷ വിധിക്കുക. ഒളിവർ കള്ളത്തരം കാണിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോക്കറ്റ് അടിച്ചു എന്നുള്ള ശിക്ഷ വിധിക്കുക. ആൻഡ് ദെൻ ബട്ട് ഫോർ ദ അറൈവൽ ഓഫ് ദ ബുക്ക് സെല്ലർ, പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ ആര് വന്നു, ആ ബുക്ക് സെല്ലർ വന്നു. ബുക്ക് സെല്ലർ അവിടെ വന്നു. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഡോണ്ട് ടേക്ക് ഹിം എവേ, ഐ സാ ഇറ്റ് ആൾ, ഐ കീപ് ദ ബുക്ക് സ്റ്റാൾ, cried the man. I saw 3 boys, 2 others, and the prisoners here. The robbery was committed by another boy. I saw that this one was amazed by it. Okay. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ ബുക്ക് സെല്ലർ അവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിൽക്ക്, ഡോണ്ട് ടേക്ക് ഹിം എവേ, അവനെ കൊണ്ടുപോകണ്ട അല്ലേ. ചിലപ്പം ഈ മജിസ്ട്രേറ്റ് ഇവനെ കുറ്റം വിധിച്ചിട്ട് ജയിലടയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിൽക്ക്, ഡോണ്ട് ടേക്ക് ഹിം എവേ, അവനെ കൊണ്ടുപോകണ്ട. ഐ സാ ഇറ്റ് ആൾ, ഞാൻ ഇതെല്ലാം കണ്ടു. ഐ കീപ് ദ ബുക്ക് സ്റ്റാൾ, ഞാനാണ് ആ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന ആളാണ്, എൻ്റെയാണ് ആ ബുക്ക് സ്റ്റാൾ. ക്രൈഡ് ദ മാൻ, ഐ സാ 3 ബോയ്സ്, ഞാൻ 2 ആൺകുട്ടികളെ കണ്ടു. 2 others, മറ്റ് 2 പേര്. ആൻഡ് ദ പ്രിസണർ ഹിയർ, ആൻഡ് ഈ ജയിലിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന ഇവൻ അല്ലേ, ഈ ഇവനെ. ദ റോബറി വാസ് കമ്മിറ്റഡ് ബൈ അനദർ ബോയ്. ഈ മോഷണം, റോബറി മീനിങ് എന്താണ്, മോഷണം. ആരാണ് ചെയ്തത്, ബൈ അനദർ ബോയ്, മറ്റൊരു കുട്ടിയാണ് ചെയ്തത്. ഐ സാ ദാറ്റ് ദിസ് വൺ വാസ് അമേസ്ഡ് ബൈ ഇറ്റ്, ഈ കുട്ടി അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അത്ഭുതമായിട്ട് കണ്ടിട്ട് ആശ്ചര്യത്തോടെ ഇങ്ങനെ നിൽക്കുക. മറ്റ് 2 കുട്ടികളാണ് മോഷണം ചെയ്തത്, ഇവനല്ല. ഈ ബുക്ക് സെല്ലർ പറയുകയാണ് അല്ലേ. ഓക്കെ. സ്റ്റോപ്പ് ഡോണ്ട് ടേക്ക് ഹിം എവേ, അവനെ കൊണ്ടുപോകരുത് അല്ലേ. ഐ സാ ഇറ്റ് ആൾ, ഞാനിതെല്ലാം കണ്ടു. ഐ കീപ് ദ ബുക്ക് സ്റ്റാൾ, ഞാനാണ് ആ ബുക്ക് സ്റ്റാൾ നടത്തുന്നത്. ക്രൈഡ് ദ മാൻ, ഐ സാ 3 ബോയ്സ്, ഞാൻ 2 കുട്ടികളെ കണ്ടു. 2 others, 2 ആൺകുട്ടികളും വേറെ ഉണ്ടായിരുന്നു അല്ലേ. ആൻഡ് ദ പ്രിസണർ ഹിയർ, ഇവനെ പ്രിസണറേയും കണ്ടു. ദ പ്രിസണർ എന്ന് വെച്ചാൽ ജയിൽ ശിക്ഷ ജയിലിൽ പോകാനായിട്ട് നിൽക്കുന്ന കുട്ടി അല്ലേ. ദ റോബറി വാസ് കമ്മിറ്റഡ് ബൈ അനദർ ബോയ്, ഈ മോഷണം ചെയ്തവരാണ് മറ്റൊരു കുട്ടിയാണ്. ഐ സാ ദാറ്റ് ദിസ് വൺ വാസ് അമേസ്ഡ് ബൈ ദിറ്റ്, ഇവനത് കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒളിവർ വാസ് അക്വിറ്റഡ് എന്ന് വെച്ചാൽ അവനെ ആ ശിക്ഷയിൽ നിന്ന് ഫ്രീ ആക്കി, ശിക്ഷിക്കാതെ അവനെ ഫ്രീ ആക്കി. ജഡ്ജി അത് കേട്ടിട്ട് അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഒളിവർ വാസ് അക്വിറ്റഡ് ബട്ട് ഹി ഹാഡ് ഫെയിൻഡ്, പക്ഷേ അപ്പോഴത്തേക്ക് ഒളിവർ ടെസ്റ്റ് ബോധം കിട്ടി ഇങ്ങനെ വീണ്, ഫെയിൻറ്റ് ചെയ്യുക, ബോധം മറഞ്ഞു. Mr. Brownlow was shocked and moved at the boy's deathly whiteness. Straight away carried the boy off in a cab to his own house. അപ്പോൾ ഈ മിസ്റ്റർ ബ്രൗൺലോ ഇത് കണ്ടിട്ട്, കാരണം ഒരു നിരപരാധിയായ ഒരു കുട്ടിയെ ജയിലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതാണ് അല്ലേ. മിസ്റ്റർ ബ്രൗൺലോ വാസ് ഷോക്ക്ഡ് ആൻഡ് മൂവ്ഡ് അറ്റ് ദ ബോയ്സ് ഡെത്ത്ലി വൈറ്റ്നസ്, അവൻ്റെ മുഖമൊക്കെ വെളുത്തിരിക്കുക അല്ലേ, ഫുഡൊന്നും ശരിക്കും കഴിക്കാതെ. ഡെത്ത്ലി വൈറ്റ്നസ് അങ്ങനെ വെച്ചാൽ അങ്ങ് വെളുത്തിരിക്കുന്നു. സ്ട്രെയിറ്റ് അവേ ക്യാരിഡ്
ക്യാരിഡ് ദ ബോയ് ഓഫ് ഇൻ എ ക്യാബ്. അദ്ദേഹം ആ കുട്ടിയെ ഒരു വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ടു ഹിസ് ഓൺ ഹൗസ്, അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ടു ഹിസ് ഓൺ ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒളിവർ വാസ് ഡെലീറിയസ് വിത്ത് എ ഫീവർ ഫോർ മെനി ഡേയ്സ്. ഒളിവർ വാസ് ഡെലീറിയസ് എന്ന് വെച്ചാൽ അവന് ഈ പനി കാരണം സംസാരിക്കാനോ ചിന്തിക്കാനോ പറ്റാത്തൊരവസ്ഥ, ആ അവസ്ഥയിലായിരുന്നു, പനി പിടിച്ചു കിടന്നു. ഒളിവർ വാസ് ഡെലീറിയസ് വിത്ത് എ ഫീവർ ഫോർ മെനി ഡേയ്സ്. ഡെലീറിയസ് എന്ന് വെച്ചാൽ സംസാരിക്കാനും വയ്യ, ചിന്തിക്കാൻ പോലും വയ്യ, പനി കാരണം അവന് ബോധം മറഞ്ഞ അവസ്ഥയിലായിരുന്നു. When he awoke, Brownlow's kindly housekeeper, Mrs. Bedwin, was watching over him. അപ്പോൾ പിന്നീട് അവൻ ഉണർന്നപ്പോഴാണെങ്കിൽ ബ്രൗൺലോയുടെ ഹൗസ് കീപ്പർ, വീട് സൂക്ഷിപ്പുകാരി മിസ്സസ് ബെഡ്വിൻ വാസ് വാച്ചിങ് ഓവർ ഹിം. മിസ്സസ് ബെഡ്വിൻ ആണെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നു. ഹി സെഡ് ദാറ്റ് ഹി ഫെൽറ്റ് ആസ് ഇഫ് ഹിസ് മദർ ഹാസ് കം ടു സിറ്റ് ബൈ ഹിം. അദ്ദേഹം എന്താണ് കണ്ടത്? അദ്ദേഹത്തിൻ്റെ അമ്മ, അവന് എന്ത് തോന്നിയത്? അവൻ്റെ അമ്മ അവൻ്റെ അടുത്തിരിക്കുന്ന പോലെ തോന്നിയല്ലേ? ഹി സെഡ് ദാറ്റ് he felt as if his mother has come to sit by him. അവൻ്റെ അമ്മ അടുത്തിരിക്കുന്ന കണക്കാണ് ഈ ഹൗസ് കീപ്പർ ബെഡ്വിൻ അവനെ ശുശ്രൂഷിച്ചത്. ദ സ്റ്റോറി ഓഫ് ഒളിവേഴ്സ് പിറ്റിഫുൾ ലൈഫ് ബ്രോട്ട് ടിയേഴ്സ് ടു മിസ്സസ് ബെഡ്വിൻസ് ഐസ്. ഈ സ്റ്റോറി ഒളിവറിൻ്റെ വളരെ പിറ്റിഫുള്ളായ, വളരെ സഹതാപം അർഹിക്കുന്ന ജീവിതം അല്ലേ, അവൻ്റെ പഴയ കാലം. ബ്രോട്ട് ടിയേഴ്സ് ടു മിസ്സസ് ബെഡ്വിൻസ് ഐസ്. അത് മിസ്സസ് ബെഡ്വിൻ്റെ കണ്ണിൽ കണ്ണുനീര് കൊണ്ടുവന്നു അല്ലേ അവൻ്റെ കഥ കേട്ടപ്പോഴും. Mr. Brownlow and Mrs. Bedwin took good care of Oliver and he was allowed to live there in peace. മിസ്റ്റർ ബ്രൗൺലോയും മിസ്സസ് ബെഡ്വിനും ഈ ഒളിവറിനെ സംരക്ഷിച്ചു. ആൻഡ് ഹി വാസ് അലൗഡ് ടു ലിവ് ദെയർ ഇൻ പീസ്. ആ വീട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട് അവർ സമ്മതിച്ചു അല്ലേ, കുറച്ചു കാലമെങ്കിലും ഇവിടെ ജീവിക്കാൻ പറഞ്ഞു. ദസ് എ ടെറിബിൾ എപ്പിസോഡ് ഇൻ ദ ലൈഫ് ഓഫ് ഒളിവർ ട്വിസ്റ്റ് എൻഡഡ്. അങ്ങനെ വളരെ ടെറിബിളായ, വളരെ ഭയാനകമായ ഒളിവർ ട്വിസ്റ്റിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗം അവസാനിച്ചു. ദോ ഫോർ എ ഷോർട്ട് ടൈം, ഒരു കുറച്ച് നാളത്തേക്കായാലും ശരി തന്നെ, ആ കുറച്ച് കാലത്തേക്ക് അവൻ സമാധാനമായിട്ട് മിസ്റ്റർ ബ്രൗൺലോയുടെ വീട്ടിൽ താമസിക്കാം അല്ലേ. അവൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നീട് അവൻ മറ്റു ജോലിക്ക് പോകേണ്ടി വരും. എന്നാലും കുറച്ച് കാലത്തേക്ക് ഒളിവർ ട്വിസ്റ്റിൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായം അവസാനിച്ചു. ഓക്കെ. ആൻഡ് എബ്രിഡ്ജഡ് എക്സെപ്റ്റ് ഫ്രം ഒളിവർ ട്വിസ്റ്റ് ബൈ ചാൾസ് ഡിക്കൻസ്. ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന നോവലിൽ നിന്ന് എടുത്തൊരു കുറച്ച് ഭാഗമാണ് ഇത്. ഓക്കെ ചിൽഡ്രൻ, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് കുറച്ച് മീനിങ്സ് ഉണ്ട്, ടീച്ചർ മീനിങ്സും കൂടെ പഠിച്ചു വയ്ക്കുക നന്നായിട്ട്. ഓക്കെ, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം. ഇത് നിങ്ങൾ മീനിങ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മീനിങ്സ് ടീച്ചർ ഒന്ന് പറയാം. ഇമ്പോർട്ടൻ്റായ മീനിങ്സ് ടീച്ചർ നോട്ടിൽ തരുന്നതായിരിക്കും, ഇതൊന്ന് നോക്കുക. ഓക്കെ. വർക്ക് ഹൗസ്, എ പ്ലേസ് വെയർ വെരി പുവർ പീപ്പിൾ കുഡ് ലിവ് ആൻഡ് ഡു ജോബ്സ് ഇൻ റിട്ടേൺ ഫോർ ഫുഡ്. വർക്ക് ഹൗസ് എന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് ഫുഡിന്, ജോലിക്ക് പകരം എന്താ കൊടുക്കുക? ഫുഡ് കൊടുക്കും. ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഫുഡ് കൊടുക്കും, പക്ഷേ പൈസയൊന്നും കൊടുക്കത്തില്ല. അതാണ് വർക്ക് ഹൗസ്. കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ ജോലി ചെയ്യിച്ചിട്ട് ഫുഡ് മാത്രം കൊടുക്കും അല്ലേ. എ പ്ലേസ് വെയർ വെരി പുവർ പീപ്പിൾ കുഡ് ലിവ് ആൻഡ് ഡു ജോബ്സ് ഇൻ റിട്ടേൺ ഫോർ ഫുഡ്. ഓർഫനേജ്, എ പ്ലേസ് വെയർ ചിൽഡ്രൻ വിത്തൗട്ട് പേരൻസ് ലിവ് ആൻഡ് ലുക്ഡ് ആഫ്റ്റർ. ഓർഫനേജ് എന്ന് വെച്ചാൽ ഒരു സ്ഥലം, കുട്ടികൾ അവരുടെ പേരൻസ് ഇല്ല, മാതാപിതാക്കളില്ലാതെ അവിടെ മറ്റുള്ളവർ സംരക്ഷിക്കും. അങ്ങനെയാണ് ഓർഫനേജ് എന്ന് പറയുക. എ പ്ലേസ് വെയർ ചിൽഡ്രൻ വിത്തൗട്ട് പേരൻസ് ലിവ് ആൻഡ് ലുക്ഡ് ആഫ്റ്റർ. ഓർഫനേജ്, അനാഥാലയം. ഗ്രുവൽ, എ തിൻ ലിക്വിഡ് ഫുഡ് ഓഫ് ഓട്സ് ബോയിൽഡ് ഇൻ വാട്ടർ ഓർ മിൽക്ക്. ഗ്രുവൽ എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് ഫുഡാണ്, ഓട്സിൻ്റെ. അത് പാലിലോ വെള്ളത്തിലോ വേവിച്ച് കൊടുക്കുന്നതാണ്. ഒന്നുകിൽ പാലിൽ വേവിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ. അതിനെയാണ് ഗ്രുവൽ എന്ന് പറയുക. കൺഫൈൻമെൻറ്റ്, എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ഫോഴ്സ്ഡ് ടു സ്റ്റേ ഇൻ എ ക്ലോസ്ഡ് സ്പേസ്. കൺഫൈൻമെൻ്റ് എന്ന് വെച്ചാൽ ഒരാളെ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ താമസിപ്പിക്കുക. തടവ് ശിക്ഷ എന്ന് പറയും ഇല്ലേ, തടവായിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചിടുന്നതിനെയാണ് കൺഫൈൻമെൻ്റ് എന്ന് പറയുക. എക്സ്പെൽ, മേക്ക് സമ്മോൺ ലീവ് എ പ്ലേസ് ഫോഴ്സ്ഫുള്ളി. എക്സ്പെൽ ചെയ്യുക എന്ന് വെച്ചാൽ ഒരാളെ ഒരു സ്ഥലത്തു നിന്നും ബലമായിട്ട് പിടിച്ച് പുറത്താക്കുന്നതിനാണ് എക്സ്പെൽ എന്ന് പറയുക. എക്സ്പെൽ, മേക്ക് സമ്മോൺ ലീവ് എ പ്ലേസ് ഫോഴ്സ്ഫുള്ളി, ബലമായിട്ട് ഒരാളെ ഒരിടത്ത് പിടിച്ചിറക്കുന്നതിന്. അണ്ടർടേക്കർ, എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു
prepare the dead bodies for burial and to make arrangements for funerals. അണ്ടർടേക്കർ എന്ന് വെച്ചാൽ ഒരാൾ എന്താണ് ഡെഡ് ബോഡീസൊക്കെ വൃത്തിയാക്കിയും അവരെ ശവസംസ്കാരത്തിനായിട്ട് ഒരുക്കുന്നവരെയാണ് അണ്ടർടേക്കർ എന്ന് പറയുക. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അണ്ടർടേക്കർ. ഇൽ ട്രീറ്റ് ആക്ട് ക്രൂവലി ടു എ പേഴ്സൺ, ഒരാളടുത്ത് ക്രൂരമായിട്ട് പെരുമാറുന്നതിനാണ് ഇൽ ട്രീറ്റ് എന്ന് പറയുക. ഫാറ്റിക്, എക്സ്ട്രീം ടയേർഡ്നെസ്, ഭയങ്കരമായ ക്ഷീണത്തിനാണ് ഫാറ്റിക് എന്ന് പറയുക. എക്സ്ട്രീം ടയേർഡ്നെസ്. കൊളാപ്സ്, സഡൻലി ഫാൾ ഡൗൺ, കൊളാപ്സ് ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വീഴുക, അതാണ് കൊളാപ്സ്, സഡൻലി ഫാൾ ഡൗൺ. ലോഡ്ജിങ്, പ്ലേസ് ടു സ്റ്റേ, താമസിക്കാനുള്ള സ്ഥലത്തിനാണ് ലോഡ്ജിങ് എന്ന് പറയുക. ആർട്ട്ഫുൾ, ട്രിക്കി, തന്ത്രപരമായിട്ട് അല്ലേ. റിപ്പൾസീവ്, കാസിങ് എ ഫീലിംഗ് ഓഫ് സ്ട്രോങ് ഡിസ്ലൈക്ക്, റിപ്പൾസീവ് എന്ന് വെച്ചാൽ നമുക്കിഷ്ടമില്ലാത്ത ആ അവസ്ഥ കാണിക്കുക. കാസിങ് എ ഫീലിംഗ് ഓഫ് സ്ട്രോങ് ഡിസ്ലൈക്ക്. ഗ്രിൻ, സ്മൈൽ വൈഡ്ലി, വല്ലാതെ ചിരിക്കുക, ഒരു ക്രൂരമായ രീതിയിൽ ചിരിക്കുന്നതിനാണ് ഗ്രിൻ എന്ന് പറയുക, വല്ലാതെ ചിരിക്കുക. പ്ലങ്, പുഷ് ക്വിക്കിലി, പ്ലങ് എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് പുഷ് ചെയ്യുക, തള്ളുക എന്ന് പറയും അല്ലേ. റോബറി, ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് മണി ഓർ ഗുഡ്സ്, റോബറി എന്ന് വെച്ചാൽ മോഷണം, പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനാണ് റോബറി എന്ന് പറയുക. അക്വിറ്റ്, ടു ഫ്രീ ഫ്രം എ ക്രിമിനൽ ചേഞ്ച്, അക്വിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരാളെ ഒരു ക്രിമിനൽ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കുക, അതിനാണ് അക്വിറ്റ്. ഡെലീറിയസ്, നോട്ട് ഏബിൾ ടു തിങ്ക് ഓർ സ്പീക്ക് ഡ്യൂ ടു ഫീവർ, ഒരാൾക്ക് പനി കാരണം സംസാരിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയാണ് ഡെലീറിയസ് എന്ന് പറയുക. ഇതെല്ലാം ഈ ലെസണിൻ്റെ ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകളാണ്. നിങ്ങൾ ലെസൺ വായിച്ചിട്ട് ഈ വാക്കുകളും ഇതിൻ്റെ മീനിങ്സും ഒക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീനിങ്സ് തിരിച്ചു തരുന്നുണ്ട്. ഓക്കെ. ദെൻ ഓപ്പോസിറ്റ്സ്, എക്സ്പെൽ, അഡ്മിറ്റ്, എക്സ്പെൽ ചെയ്യുക എന്താണ് പുറത്താക്കുക, ഓപ്പോസിറ്റാണ് അഡ്മിറ്റ്. അക്വിറ്റ്, ശിക്ഷയിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്നതിനാണ് അക്വിറ്റ് എന്ന് പറയുക. അക്വിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മൾ ഇപ്പം വായിച്ചതേ ഉള്ളൂ. എന്താണ് അക്വിറ്റ്? ഓക്കെ. അക്വിറ്റ്, ടു ഫ്രീ ഫ്രം എ ക്രിമിനൽ ചാർജ്, ഒരു ക്രിമിനൽ ചാർജ് നമ്മൾ ഫ്രീ ആക്കുന്നതിനാണ് അക്വിറ്റ് ചെയ്യുക. കൺവിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ശിക്ഷ വിധിക്കുന്നതിനാണ്, കുറ്റവാളിയാക്കുന്നതിനാണ് കൺവിക്റ്റ് എന്ന് പറയുക. സ്ട്രേഞ്ച്, അപരിചിതൻ. ഫെമിലിയർ മീനിങ് എന്താണ്, നമുക്ക് പരിചയമുള്ള ആളല്ലേ. അലൗ ചെയ്യുക, അനുവദിക്കുക. ഫോർബിഡ് ചെയ്യുക, തടയുക. ഓക്കെ. മീനിങ്സും ഓപ്പോസിറ്റ്സും ഒക്കെ പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഫോർ ടുഡേ. താങ്ക് യു.